നന്ദിപ്രമേയ ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി പ്രസംഗം നടത്തും. ഇന്നലെ ലോക്സഭയിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭയും ഇന്ന് പിരിയും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാണ്. ജിഷ്ണു, നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാജ്യസഭ പിരിയും. ഒപ്പം നന്ദിപ്രമേയ ചർച്ചയ്ക്കൊടുവിൽ ഈ പ്രധാനമന്ത്രിയുടെ രാജ്യസഭയിലെ മറുപടി എപ്പോഴായിരിക്കും? KP 11 മണിയോടുകൂടി രാജ്യസഭാ നടപടികൾ ആരംഭിക്കും. നന്ദിപ്രമേയ ചർച്ചകൾക്കൊടുവിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം രാജ്യസഭയിൽ ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടും മൂന്നാം മോദി സർക്കാരിൻ്റെ നയങ്ങൾ, വികസന അജണ്ടകൾ ഇവ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടാകും. ഒപ്പം പ്രതിപക്ഷത്തിനുള്ള കൃത്യമായ മറുപടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് രാജ്യസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഏകദേശം 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രസംഗത്തിൽ അദ്ദേഹം സർക്കാരിന്റെ വികസന അജണ്ടകൾക്കൊപ്പം തന്നെ വളരെ കൃത്യമായി പ്രതിപക്ഷത്തിനുള്ള മറുപടിയും നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെയും പ്രതിപക്ഷത്തിന്റെയും വാദങ്ങളെയും അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകളെയും എതിർത്തുകൊണ്ടും ഒപ്പം പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. കാരണം കോൺഗ്രസ് വിജയിച്ചു എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന രീതിയിലാണ് കോൺഗ്രസും പ്രതിപക്ഷവും ലോക്സഭയിലും ഒപ്പം ഒരു വിഭാഗം മാധ്യമങ്ങളും പുറത്ത് പ്രചരണം നടത്തുന്നത്. അതിനെ വളരെ കൃത്യമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത്. 99 മാർക്ക് നേടിയ കുട്ടിയുടെ വിചാരം അല്ലെങ്കിൽ ആ കുട്ടിയെ നാടെങ്ങും ആദരിക്കുകയാണ്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് 543-ലാണ് 99 നേടിയത്. ആ അവസ്ഥയാണ് കോൺഗ്രസിൻ്റേത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഘടകകക്ഷികളുടെ ബലത്തിൽ കോൺഗ്രസ് ആളാകരുത് എന്ന വളരെ കൃത്യമായ സന്ദേശമാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തിനുണ്ടായത്. ഇപ്പോൾ ഇന്ന് രാജ്യസഭയിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും പ്രതിപക്ഷത്തിനുള്ള മറുപടി രാജ്യസഭയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ ഉണ്ടാകും. ഉച്ചയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിയും. ഇന്ന് രാജ്യസഭ കൂടി പിരിയുന്നതോടെ പാർലമെന്റിന്റെ ഈ സമ്മേളനത്തിന് അവസാനമാവുകയാണ്. ഇന്നലെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തിരുന്നു. ഈ മാസം 22-ന് ശേഷം വീണ്ടും പാർലമെന്റ് സമ്മേളനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമ്മേളന കാലയളവിൽ ബജറ്റ് അവതരിപ്പിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗത്തോടെയായിരിക്കും രാജ്യസഭ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുക. പ്രതിപക്ഷത്തിനുള്ള കൃത്യമായ മറുപടിയൊപ്പം മൂന്നാം മോദി സർക്കാരിന്റെ വികസന അജണ്ടകളും ഒപ്പം നയപ്രഖ്യാപനവും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള അഭിപ്രായവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. KP